ലോട്ടറി അടിച്ചാൽ മാത്രം കോടീശ്വരനാകുന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞു. നിങ്ങളുടെ അപ്പൂപ്പനോ അമ്മൂമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോ എന്തിന് നിങ്ങൾ പോലുമോ എന്തെങ്കിലുമൊക്കെ നിക്ഷേപിച്ച് മറന്നുപോയ ലക്ഷക്കണക്കിന് രൂപ ഏതെങ്കിലുമൊക്കെ ബാങ്കിന്റെ ഇരുട്ടറയിൽ നിങ്ങളെയും കാത്ത് കിടപ്പുണ്ടായിരിക്കും. ഞെട്ടണ്ട, ഇന്ത്യയിലെ ബാങ്കുകളിൽ മാത്രം ഇന്ന് ആരും എടുക്കാതെ അനാഥമായി കിടക്കുന്നത് കേവലം 10-100 കോടിയൊന്നുമല്ല, 35,000 കോടി രൂപയാണ്. റിസർവ് ബാങ്കിന്റെ തന്നെ ഔദ്യോഗിക കണക്കുകളാണ്. അവകാശികളില്ലാത്ത ആ വലിയ നിധി ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ വിയർപ്പിന്റെ വില കൂടി ഉണ്ടാകും അതിന്. ആ പണം നിങ്ങൾക്കുള്ളതാണോ എന്ന് ഒറ്റ ക്ലിക്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ആരും അറിയാതെ കിടക്കുന്ന ആ വലിയ തുക എങ്ങനെ നിയമപരമായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാം. വെറും ഒരു വീഡിയോ കണ്ടുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ തലവര തന്നെ മാറ്റിമറിഞ്ഞേക്കാം. ഒട്ടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങളെ കാത്തിരിക്കുന്നത് ലക്ഷങ്ങൾ തന്നെയായിരിക്കും. സ്വാഗതം മൈ സയൻസ് ഗ്യാരേജ്. ഒരാൾ തൻ്റെ അധ്വാനത്തിൻ്റെ ഒരു പങ്ക് ബാങ്കിലോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലോ നിക്ഷേപിക്കുകയും പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് പിൻവലിക്കാതിരിക്കുകയോ അതിനെപ്പറ്റി അന്വേഷിക്കാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് ആ പണം അവകാശികളില്ലാത്ത പണമായി മാറുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൃത്യമായിട്ടുള്ള നിയമപ്രകാരം ഒരു സേവിങ്സ് അക്കൗണ്ടിലോ ഒരു കറണ്ട് അക്കൗണ്ടിലോ തുടർച്ചയായി 10 വർഷം യാതൊരു ഇടപാടുകളും നടന്നില്ലെങ്കിൽ ആ അക്കൗണ്ടിലെ തുകയെ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് കാലാവധി പൂർത്തിയായിട്ടും 10 വർഷത്തേക്ക് ആരും ആ പണം പിൻവലിക്കാൻ വരാതിരുന്നാലും അത് ഈ ഗണത്തിൽ തന്നെ ഉൾപ്പെടും. ഇത് വലിയ കൊമേഴ്സ്യൽ ബാങ്കുകളുടെ മാത്രം കാര്യമല്ല. പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾ, പ്രോവിഡന്റ് ഫണ്ട്, ഇൻഷുറൻസ് പോളിസികൾ, മ്യൂച്വൽ ഫണ്ടുകൾ, എന്തിന് നമ്മുടെ നാട്ടിലെ സഹകരണ സംഘങ്ങളിലെ പഴയ അക്കൗണ്ടുകളിലും ചിട്ടികളിലും വരെ ഇങ്ങനെ അവകാശികളില്ലാതെ കോടിക്കണക്കിന് രൂപ ഉറങ്ങിക്കിടക്കും. ലക്ഷക്കണക്കിന് രൂപ ആരെങ്കിലും മറന്നു പോകുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. എന്നാൽ ഇത്രയും വലിയ തുക അനാഥമായി കിടക്കുന്നതിന് പിന്നിൽ വളരെ സാധാരണവും എന്നാൽ ശ്രദ്ധിക്കാത്തതുമായിട്ടുള്ള ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഏറ്റവും കൂടുതൽ പണം അൺക്ലെയിംഡ് ആയിട്ട് മാറുന്നത് നോമിനി ഇല്ലാതെയുള്ള മരണം മൂലമുള്ള സിറ്റുവേഷനിലാണ്. മുൻകാലങ്ങളിൽ പലരും ബാങ്ക് അക്കൗണ്ടുകളിലോ നിക്ഷേപങ്ങളിലോ തുടങ്ങുമ്പോൾ നോമിനിയുടെ പേര് ചേർക്കാൻ ശ്രദ്ധിച്ചിട്ടില്ല. അവർ പെട്ടെന്നൊരു ദിവസം മരണപ്പെടുമ്പോൾ ഇത്തരം നിക്ഷേപങ്ങളെക്കുറിച്ച് അവരുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ യാതൊരു അറിവും ഉണ്ടാവുകയുമില്ല. ആരും അവകാശപ്പെടാനില്ലാത്ത ബാങ്കിൽ ആ പൈസ അങ്ങനെ കിടക്കും. മറ്റൊന്ന്, ഒരാൾ ഒരു നഗരത്തിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരു സാലറി അക്കൗണ്ട് തുടങ്ങും. പിന്നീട് ജോലി മാറിയൊക്കെ പോകുമ്പോൾ പുതിയ കമ്പനിയിൽ പുതിയ അക്കൗണ്ട് തുടങ്ങുകയും ചെയ്യും. പഴയ അക്കൗണ്ടിലെ വളരെ ചെറിയ തുക പിൻവലിക്കുവാൻ പലരും മെനക്കെടാറ് പോലുമില്ല. വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ചെറിയ തുകകൾ പലിശ സഹിതം വലിയൊരു തുകയായിട്ട് മാറും. 10 വർഷം കഴിയുമ്പോൾ ഇത് അൺക്ലെയിംഡ് മണി ആയി മാറുകയും ചെയ്യും. പ്രൊവിഡന്റ് ഫണ്ടുകളുടെ കാര്യത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് എന്ന് കാണാം. ചില ആളുകൾ, പ്രത്യേകിച്ച് പഴയ തലമുറയിലുള്ളവർ, തങ്ങളുടെ സമ്പാദ്യ വിവരങ്ങൾ കുടുംബാംഗങ്ങളിൽ നിന്ന് രഹസ്യമായിട്ട് വെക്കാറുണ്ട്. ഇതൊരു പക്ഷേ അവരുടെ വ്യക്തിപരമായിട്ടുള്ള സാമ്പത്തിക സുരക്ഷിതത്വത്തിന് വേണ്ടിയൊക്കെ ആയിരിക്കും. എന്നാൽ അവർ മരണപ്പെടുന്നതോടുകൂടി ആ രഹസ്യം അവരോടൊപ്പം മണ്ണടിയുകയും പണം ബാങ്കുകളിൽ അനാഥമായി മാറുകയും ചെയ്യുന്നു. പഴയ കാലത്ത് ഓൺലൈൻ ബാങ്കിങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ പാസ്ബുക്കുകളോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകളോ ആയിട്ടായിരുന്നു നടക്കുന്നത്. വീട് മാറുമ്പോഴോ അല്ലെങ്കിൽ വീട് വൃത്തിയാക്കുമ്പോഴോ പഴയ LIC പോളിസി ബോണ്ടുകളോ പോസ്റ്റ് ഓഫീസ് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റുകളോ ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസീറ്റുകളോ നഷ്ടപ്പെട്ടു പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. രേഖകളില്ലെങ്കിൽ പണം കിട്ടില്ല എന്ന തെറ്റിദ്ധാരണ മൂലം പലരും അത് പിന്നീട് അന്വേഷിച്ചു പോകാറ് കൂടിയില്ല. കേരളത്തെ പോലെ സഹകരണ മേഖലയ്ക്ക് വലിയ വേരോട്ടമുള്ള സ്ഥലങ്ങളിൽ പലരും പ്രാദേശിക സൊസൈറ്റികളിൽ ഓഹരികളോ ചെറിയ നിക്ഷേപങ്ങളോ ഒക്കെ എടുത്തിട്ടുണ്ടാവും. കാലക്രമേണ അവർ ആ നാട്ടിൽ നിന്ന് മാറിപ്പോവുകയോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോവുകയോ ചെയ്താൽ സൊസൈറ്റികളുടെ ഘടന മാറുന്നതിനനുസരിച്ച് ബാങ്കുകൾ ലയിക്കുന്നതിനൊക്കെ അനുസരിച്ച് ഈ വിവരങ്ങൾ പലപ്പോഴും അവകാശികളിലേക്ക് എത്തിപ്പെടാറില്ല. അക്കൗണ്ടിൽ ഒരു 500 1000 ബാക്കിയുള്ളപ്പോൾ അതൊരു ചെറിയ തുകയല്ലേ, അതിനുവേണ്ടി ഇനി നമ്മൾ ബാങ്കിലൊക്കെ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് കരുതി അത് ഉപേക്ഷിക്കുന്നവരും ധാരാളമാണ്. കോടിക്കണക്കിന് ആളുകൾ ഇങ്ങനെ ഉപേക്ഷിക്കുന്ന ചെറിയ ചെറിയ തുകകൾ ചേരുമ്പോഴാണ് രാജ്യത്ത് 35,000 കോടി എന്ന് പറയുന്ന വലിയൊരു തുക, വലിയൊരു സംഖ്യ രൂപപ്പെടുന്നത്. 10 വർഷം കഴിഞ്ഞ് ആ പണത്തിന് എന്ത് സംഭവിക്കും? പണം ബാങ്കിന്റെ സ്വന്തമാവോ? ഇല്ല എന്നാണ് ഉത്തരം. ബാങ്കുകൾക്ക് ഈ പണം സ്വന്തമായി എടുക്കുവാൻ നിയമപരമായ അവകാശമില്ല. 10 വർഷം കഴിഞ്ഞാൽ റിസർവ് ബാങ്കിന്റെ നിർദ്ദേശപ്രകാരം ഈ തുകയെല്ലാം DEA ഫണ്ട്, അതായത് ഡെപ്പോസിറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട് എന്നൊരു പ്രത്യേക ഫണ്ടിലേക്ക് മാറ്റണമെന്നാണ് പറയുന്നത്. ഇതേപോലെ PF, ഇൻഷുറൻസ് പോലെയുള്ളവയിലെ പണം SCWF അഥവാ സീനിയർ സിറ്റിസൺ വെൽഫെയർ ഫണ്ട് എന്ന കേന്ദ്ര സർക്കാർ ഫണ്ടിലേക്കാണ് മാറ്റുന്നത്. ഇതിൽ ഏറ്റവും വലിയ ആശ്വാസമുള്ളൊരു കാര്യം എന്തെന്നാൽ ഈ പണം സർക്കാരിലേക്ക് പോയാലും
അതെന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകില്ല എന്നുള്ള കാര്യമാണ്. കൃത്യമായ രേഖകളും അവകാശ സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കിയാൽ എത്ര വർഷം കഴിഞ്ഞാലും ആ പണം പലിശ സഹിതം തിരികെ ലഭിക്കുവാൻ നിയമപരമായിട്ടുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നിയമപരമായ അവകാശികൾക്ക് പണം ക്ലെയിം ചെയ്യുന്നതിനായിട്ട് മരണ സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ്, അതുമല്ലെങ്കിൽ കോടതിയിൽ നിന്നുള്ള സക്സഷൻ സർട്ടിഫിക്കറ്റുകൾക്കൊപ്പം അവകാശികളുടെ KYC രേഖകൾ കൂടി ബാങ്കിൽ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. തുക വലുതാണെങ്കിൽ നടപടിക്രമങ്ങൾ അല്പം ബുദ്ധിമുട്ടേറിയതായിരിക്കും. ഇങ്ങനെ പണം കണ്ടെത്താൻ ഇന്ന് സർക്കാർ പല എളുപ്പവഴികളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇതിനായി നിങ്ങൾ ഏജന്റുമാർക്കോ അല്ലെങ്കിൽ തട്ടിപ്പുകാർക്കോ ₹1 പോലും നൽകേണ്ട യാതൊരു ആവശ്യവുമില്ല. മുൻകാലങ്ങളിൽ ഏത് ബാങ്കിലാണ് പണം കിടക്കുന്നതെന്നറിയാൻ ഓരോ ബാങ്കിലും കയറി ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. അതിനായി അവർ പുറത്തിറക്കിയ വെബ്സൈറ്റാണ് ഉദ്ഗം എന്ന് പറയുന്നത്. അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് എ ഗേറ്റ് വേ ടു ആക്സസ് ഇൻഫർമേഷൻ, അതാണ് അതിൻ്റെ പേര്. udgam.rbi.org.in എന്ന വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് അതിലൊരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ എന്നിവരുടെ പേരൊക്കെ ടൈപ്പ് ചെയ്യുക. അതിനൊപ്പം പാൻ കാർഡ്, വോട്ടേഴ്സ് ID, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് അല്ലെങ്കിൽ ജനന തീയതി തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു വിവരം കൂടി നൽകേണ്ടതുണ്ട്. ശേഷം സെർച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുത്താൽ SBI, ഫെഡറൽ ബാങ്ക്, HDFC തുടങ്ങി ഇന്ത്യയിലെ പ്രമുഖ ബാങ്കുകളിലെല്ലാം ഈ പേരിലോ തിരിച്ചറിയൽ രേഖയിലോ അവകാശികളില്ലാത്ത പണം കിടപ്പുണ്ടോ എന്ന് ഒറ്റയടിക്ക് സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നത് കാണാം. ഏത് ബാങ്കിലാണ് അക്കൗണ്ട് എടുത്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഉദ്ഗം പോർട്ടലിൽ പോകാതെ തന്നെ നേരിട്ട് ബാങ്കിൻ്റെ സൈറ്റ് പരിശോധിച്ചും ഇത് കണ്ടുപിടിക്കാം. ഏത് ബാങ്കിൻ്റെ വെബ്സൈറ്റ് എടുത്താലും അതിൻ്റെ ഏറ്റവും താഴെയായി അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് എന്നൊരു ലിങ്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് പേരും ജനന തീയതിയും അഡ്രസ്സും ഒക്കെ നൽകിയാൽ ആ ബാങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പണം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് കണ്ടെത്താം. പലർക്കും ബാങ്ക് അക്കൗണ്ടുകളേക്കാൾ കൂടുതൽ നഷ്ടപ്പെട്ടു പോകുന്നത് ഇൻഷുറൻസ് പോളിസികളൊക്കെയാണ്. ഒരു തവണ പ്രീമിയം അടച്ച ശേഷം പിന്നീട് അടയ്ക്കാൻ മറന്നുപോയ പോളിസികൾ ഈ ഗണത്തിലൊക്കെ ഉണ്ടാവും. LICയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോയി അതിന് താഴെയായിട്ട് അൺക്ലെയിംഡ് പോളിസി ഡ്യൂസ് എന്നൊരു ഓപ്ഷൻ കാണാം. പോളിസി നമ്പർ, പോളിസി ഉടമയുടെ പേര്, ജനന തീയതി, പാൻ കാർഡ് നമ്പർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നൽകിയാൽ എത്ര തുകയാണ് നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് എന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളുടെ വെബ്സൈറ്റുകളിലും സമാനമായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. പഴയ ജോലികൾ മാറുമ്പോൾ പലരും PF തുക പിൻവലിക്കാൻ മറക്കാറുണ്ട്. 3 വർഷത്തോളം ഇടപാടുകൾ നടക്കാത്ത PF അക്കൗണ്ടുകളെ ഇൻഓപ്പറേറ്റീവ് അക്കൗണ്ട്സ് എന്നാണ് സാധാരണ വിളിക്കുന്നത്. ഇതറിയാൻ EPFO പോർട്ടലിൽ നിങ്ങളുടെ UAN നമ്പർ ഉപയോഗിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യാണ് വേണ്ടത്. പഴയ കമ്പനികളുടെ വിവരങ്ങളൊക്കെ നിങ്ങൾക്കിതിൽ തീർച്ചയായും കാണാൻ സാധിക്കും. ഇത് നിങ്ങളുടെ പുതിയ PF അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ പിൻവലിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. പണ്ട് കാലത്ത് മുതിർന്നവർ വാങ്ങിയിരുന്ന പഴയ ഷെയർ സർട്ടിഫിക്കറ്റുകളൊക്കെ വീട്ടിലുണ്ടോ എന്ന് നോക്കുക. ആ കമ്പനികൾ വർഷങ്ങളായി നൽകിയ ഡിവിഡൻസ് ആരും ഒരുപക്ഷെ കൈപ്പറ്റിയിട്ടുണ്ടാവില്ല. 7 വർഷം തുടർച്ചയായി ആരും കൈപ്പറ്റാത്ത ലാഭവിഹിതവും ഓഹരികളും സർക്കാർ IEPF അഥവാ ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക അക്കൗണ്ടിലേക്കാണ് മാറ്റുന്നത്. IEPF.gov.in എന്ന വെബ്സൈറ്റിൽ പോയി സെർച്ച് അൺക്ലെയിംഡ് ഓർ അൺപെയ്ഡ് എമൗണ്ട് എന്ന ഓപ്ഷനിൽ നിക്ഷേപകരുടെ പേര് കൊടുത്താൽ വിവരങ്ങൾ കൃത്യമായി കണ്ടെത്താം. ഗ്രാമപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പണം നിക്ഷേപിച്ചിരുന്നത് പോസ്റ്റ് ഓഫീസ് അതുമല്ലെങ്കിൽ സഹകരണ ബാങ്കുകളിലൊക്കെ ആയിരുന്നു. അതും ഈ രീതിയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. പണം ഉണ്ട് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉടൻ തന്നെ ആ തുക ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. കൃത്യമായ നിയമ നടപടികളിലൂടെ ഇത് നേടിയെടുക്കാൻ സാധിക്കും. അക്കൗണ്ട് ഉടമ നേരിട്ട് ബാങ്കിൽ പോയി KYC രേഖകളും പഴയ പാസ്ബുക്കോ അല്ലെങ്കിൽ FD റെസിപ്റ്റോ ഒക്കെ കാണിച്ച് ക്ലെയിം ഫോം പൂരിപ്പിച്ച് നൽകിയാൽ അക്കൗണ്ട് വീണ്ടും ആക്റ്റീവ് ആവുകയും നിങ്ങൾക്ക് പണം തിരികെ ലഭിക്കുകയും ചെയ്യുകയാണ് അതിൻ്റെ പ്രോസസ്സ്. അക്കൗണ്ട് ഉടമ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നോമിനി മരണ സർട്ടിഫിക്കറ്റും സ്വന്തം തിരിച്ചറിയൽ രേഖകളും ബാങ്കിൽ നൽകേണ്ടതായിട്ട് വരും. നോമിനി ഇല്ലാത്തതാണ് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ. പണം ക്ലെയിം ചെയ്യാൻ പോകുന്ന വ്യക്തി നിയമപരമായിട്ടുള്ള അവകാശിയാണെന്ന് തെളിയിക്കുന്ന ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നോ തഹസിൽദാരിൽ നിന്നോ അല്ലെങ്കിൽ കോടതിയിൽ നിന്നൊക്കെ കിട്ടുന്ന സക്സഷൻ സർട്ടിഫിക്കറ്റോ ഹാജരാക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനോടൊപ്പം നഷ്ടപരിഹാര ബോണ്ടും കൂടി ഒപ്പിട്ട് നൽകേണ്ടതായി വരും. വലിയ തുകകൾ ആണെന്നുണ്ടെങ്കിൽ നടപടിക്രമങ്ങൾ മാസങ്ങളോളം എടുക്കാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ എത്ര കാത്തിരുന്നാലും പണം പലിശ സഹിതം നിങ്ങളുടെ കൈകളിലേക്ക് എത്തും എന്നതാണ് ബെനിഫിറ്റ്. അവകാശികളില്ലാത്ത പണം തിരിച്ചു കിട്ടുക എന്നത് വളരെ സന്തോഷമൊക്കെ ഉണ്ടാകുന്നൊരു കാര്യമാണ്. എങ്കിലും ഇതിന് പിന്നിൽ നല്ല വശങ്ങൾ ഉള്ളതുപോലെ തന്നെ കരുതിയിരിക്കേണ്ട ചില ചതിക്കുഴികൾ കൂടിയുണ്ട്. നമുക്ക് അവകാശപ്പെട്ട പണം തിരികെ ലഭിക്കുന്നതിൽ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ആദ്യം ഒന്നും പരിചയപ്പെടാം. സാമ്പത്തികമായി ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും ഒരുപക്ഷെ ഈ ലക്ഷങ്ങളുടെ നിധി നമ്മളെ തേടിയെത്തുന്നത്.
കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം, വീട് പണി അല്ലെങ്കിൽ കടങ്ങൾ തീർക്കാൻ ഈ അപ്രതീക്ഷിത പണം വലിയൊരു ആശ്വാസമായി മാറിയേക്കാം. പലരുടെയും സംശയം 10 വർഷം ഈ പണം ബാങ്കിൽ കിടന്നാൽ അതിന് പലിശ കിട്ടുമോ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും കിട്ടും. റിസർവ് ബാങ്കിന്റെ DEA ഫണ്ടിലേക്ക് പണം മാറ്റിക്കഴിഞ്ഞാലും ആ പണം ക്ലെയിം ചെയ്യുന്ന ദിവസം വരെ ബാങ്ക് അടിസ്ഥാന പലിശ കണക്കാക്കി നിങ്ങൾക്കത് നൽകുവാൻ ബാധ്യസ്ഥർ തന്നെയാണ്. അതായത് നിങ്ങളുടെ പണം അവിടെ ചുമ്മാ കിടക്കുകയല്ല, അത് വളർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നാണ് അർത്ഥം. സ്വന്തം ബന്ധുക്കൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്നതിന് പകരം അത് അർഹതപ്പെട്ടവരുടെ സ്വന്തം തലമുറകളുടെ കൈകളിൽ തന്നെ സുരക്ഷിതമായി എത്തുന്നു എന്നത് ബെനിഫിറ്റ്. സിമിലർലി പണത്തിന്റെ ഗന്ധമൊക്കെ തട്ടുമ്പോൾ തട്ടിപ്പുകാരും ഉണരാറുണ്ട്. പണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ പേരിൽ വലിയൊരു തുക നിങ്ങളുടെ ബാങ്കിലുണ്ടെന്നും അതിൻ്റെ 10% ഫീസ് തന്നാൽ ഞാൻ ആ പണം തിരിച്ചു തരാമെന്നൊക്കെ വ്യാജ ഏജന്റുമാർ നിങ്ങളെ ആ രീതിയിൽ സമീപിക്കാൻ ശ്രമിക്കും. പണം മുൻകൂറായി വാങ്ങി അവർ മുങ്ങുന്നതാണ് ആദ്യത്തെ തട്ടിപ്പെന്ന് പറയുന്നത്. ഇത് കണ്ടെത്താനായി ഉദ്ഗം പോർട്ടലിന്റെ വ്യാജ വെബ്സൈറ്റുകളൊക്കെ നിർമ്മിച്ച് വാട്സാപ്പിലൂടെയോ SMS വഴിയോ ലിങ്കുകൾ അയച്ചു തരുന്നതാണ് മറ്റൊരു തട്ടിപ്പ് രീതി. ഈ വ്യാജ ലിങ്കുകളിലൊക്കെ കയറി നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങളോ ബാങ്ക് വിവരങ്ങളോ നൽകിയാൽ നിങ്ങളുടെ നിലവിലെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം കൂടി അവർ അടിച്ചു മാറ്റിക്കൊണ്ടുപോകും. നോമിനി ഇല്ലാത്ത വലിയ തുകകൾ തിരിച്ചെടുക്കുക എന്നത് വലിയ തലവേദന പിടിച്ച ജോലിയാണ്. ഇതിനായി ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റുകളോ സക്സഷൻ സർട്ടിഫിക്കറ്റോ കോടതിയിൽ കയറി വാങ്ങാൻ വർഷങ്ങൾ തന്നെ എടുത്തേക്കാം ഒരുപക്ഷെ. സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിക്കുന്നതിനായി വക്കീൽ ഫീസായും മറ്റ് വലിയ തുകകളൊക്കെ ചിലവാകാനുള്ള സാധ്യതയുമുണ്ട്. അവകാശികൾ ആരെന്ന് വ്യക്തമല്ലാത്ത സാഹചര്യങ്ങളിൽ വലിയൊരു തുക ബാങ്കിലുണ്ട് എന്നറിയുമ്പോൾ കുടുംബാംഗങ്ങൾക്കിടയിൽ തന്നെ അത് വലിയ രീതിയിലുള്ള വഴക്കുകൾക്കും നിയമ പോരാട്ടങ്ങൾ ഉണ്ടാകുന്നതിനുമൊക്കെ ചിലപ്പോൾ കാരണമാകാറുണ്ട്. ഇതൊരു നെഗറ്റീവ് സൈഡായിട്ട് പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ചതിക്കുഴികളിൽ വീഴാതിരിക്കാനും ഭാവിയിൽ നിങ്ങളുടെ സ്വന്തം പണം അനാഥമാകാതിരിക്കാനും ഏത് ബാങ്കിലാണോ പണം കിടക്കുന്നത് ആ ബാങ്കിന്റെ മാനേജരെയോ ഉദ്യോഗസ്ഥരെയോ നേരിട്ട് ചെന്ന് കണ്ട് സംസാരിക്കുക. ഇടനിലക്കാരെ പൂർണ്ണമായി ഒഴിവാക്കുക. അപ്പോൾ ഓർക്കുക, നമ്മുടെ അവകാശപ്പെട്ട പണം തിരികെ നൽകാൻ ബാങ്കുകൾക്കോ RBIക്കോ യാതൊരുവിധ പ്രോസസ്സിംഗ് ഫീസും നൽകേണ്ട കാര്യമില്ല. തികച്ചും സൗജന്യമായിട്ടാണ് ബാങ്ക് ഈ സേവനം നൽകുന്നത്. ഉദ്ഗം പോർട്ടൽ ഉപയോഗിക്കുമ്പോൾ ഗൂഗിളിൽ നേരിട്ട് udgam.rbi.org.in എന്ന് ടൈപ്പ് ചെയ്ത് മാത്രം കയറുക. ആരെങ്കിലും അയച്ചു തരുന്ന ലിങ്കുകളിലൂടെ ഒരിക്കലും കയറരുത്. വെബ്സൈറ്റിന്റെ അവസാനം .gov.in അല്ലെങ്കിൽ .org.in എന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ ഇതേപോലുള്ള പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും വലിയ പരിഹാരം ഈ ശ്രദ്ധ തന്നെയാണ്. നിങ്ങളുടെ നിലവിലുള്ള സേവിങ്സ് അക്കൗണ്ടുകൾ, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, ചിട്ടികൾ, ലൈഫ് ഇൻഷുറൻസുകൾ, അതേപോലെ പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾ എന്നിവയിലെല്ലാം നോമിനി കൃത്യമായി ചേർത്തിട്ടുണ്ടോ എന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തണം. ചെയ്തിട്ടില്ല എങ്കിൽ നാളെ തന്നെ ബാങ്കിൽ പോയി നോമിനേഷൻ ഫോം ഫില്ല് ചെയ്ത് നൽകേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ നിക്ഷേപ വിവരങ്ങൾ, ഇൻഷുറൻസ് പോളിസികൾ, ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ എന്നിവയെല്ലാം ഒരു ഡയറിയിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫയലിലൊക്കെ ആക്കി സൂക്ഷിക്കണം. ഈ ഫയലുകൾ ഇരിക്കുന്ന സ്ഥലം നിങ്ങളുടെ പങ്കാളിയെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തരായിട്ടുള്ളവരെ മാത്രം അറിയിക്കുക. ഇത് നിങ്ങളുടെ കാലശേഷം അവർക്കൊരു വലിയ അനുഗ്രഹം തന്നെയായി മാറും. വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലൂടെയും ചെറിയൊരു തുകയെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ പിൻവലിക്കുകയോ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉപയോഗിക്കാത്ത അക്കൗണ്ടുകൾ കൃത്യമായി ക്ലോസ് ചെയ്യാനും മറന്നുപോകരുത്. ഈ വീഡിയോ ഇവിടെ കണ്ടു തീർക്കുമ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കാൻ പാടില്ല. ഇന്ന് തന്നെ നിങ്ങളുടെ വീടുകളിലെ പഴയ അലമാരകളും പെട്ടികളും ഒക്കെ ഒന്ന് ചുമ്മാ തുറന്നു നോക്കുക. നിങ്ങളുടെ അപ്പൂപ്പന്മാരോ അമ്മൂമ്മമാരോ എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ചു വെച്ചാൽ ആ പൊടി പിടിച്ച പഴയ ഫയലുകൾക്കിടയിൽ ചിലപ്പോൾ നിങ്ങളെ കാത്ത് കിടക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ തലവര തന്നെ മാറ്റിയെടുക്കാൻ പോകുന്ന ഒരു വലിയ നിധി തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ടാവും. ഒപ്പം നിങ്ങളുടെ നിലവിലെ ബാങ്ക് അക്കൗണ്ടുകളിലും അതേപോലെ ഇൻഷുറൻസുകളിലും നോമിനിയെ ചേർത്തിട്ടുണ്ടോ എന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുന്നതും നിങ്ങളുടെ സമ്പാദ്യം അത് നിങ്ങളുടെ കുടുംബത്തിന് അവകാശപ്പെട്ടതായി മാറാൻ കാരണമാകും. ഈ ഒരു അറിവ് നിങ്ങളിൽ മാത്രം ഒതുങ്ങി നിർത്താൻ ശ്രമിക്കുകയും ചെയ്യരുത്. ഈ വീഡിയോ ഇപ്പോൾ തന്നെ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആർക്കറിയാൻ പറ്റും, നിങ്ങളുടെ ഈ ഒരൊറ്റ ഷെയർ കൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവകാശപ്പെട്ടവരായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ സാമ്പത്തിക ലോകത്തെ ഇതുപോലുള്ള വലിയ രഹസ്യങ്ങളും ആരും പറഞ്ഞു തരാത്ത അറിവുകളും വളരെ ലളിതമായി മനസ്സിലാക്കി തരുവാൻ മൈ സയൻസ് ഗ്യാരേജ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതിനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രം മതിയാവും. മറ്റൊരു കിടിലൻ വിഷയവുമായി വീണ്ടും കാണാം. ദിസ് ഈസ് യുവർ ഹോസ്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.